അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കും ആക്കം കൂട്ടിയിരിക്കുകയാണ് US മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ. അന്യഗ്രഹ ജീവികൾ യഥാർത്ഥത്തിൽ ഉണ്ടെന്നാണ് ഒബാമയുടെ പക്ഷം. എന്നാൽ അവ എവിടെയാണെന്ന് അറിയില്ല, കണ്ടിട്ടുമില്ലെന്ന് ഒബാമ പറയുന്നു. They're real, but I haven't seen them, and they're not being kept in Area 51. US വ്യോമസേനയുടെ അതീവ രഹസ്യ കേന്ദ്രമായ നെവാഡയിലെ ഏരിയ 51-ൽ അന്യഗ്രഹ ജീവികളെ പാർപ്പിച്ചിട്ടുണ്ടെന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഗൂഢാലോചന സിദ്ധാന്തത്തെയും അദ്ദേഹം നിരാകരിച്ചു. യൂട്യൂബറായ ബ്രയാൻ ടൈലറിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഒബാമയുടെ വാക്ക്. എന്താണ് ഏരിയ 51? അന്യഗ്രഹ ജീവികളുമായി ഇതിന് എന്താണ് ബന്ധം? ദക്ഷിണ നെവാഡയിലെ ഗ്രൂം ലേക്കിൽ സജ്ജമാക്കിയിട്ടുള്ള അതീവ സുരക്ഷാ മേഖലയാണ് ഏരിയ 51. കാലിഫോർണിയയിലെ എഡ്വാർഡ്സ് എയർഫോഴ്സ് ബേസാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. 1950 മുതൽ 1990 വരെ US ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന നെവാഡ ടെസ്റ്റ് സൈറ്റ്, നെവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച് എന്നീ നിയന്ത്രിത സൈനിക മേഖലയ്ക്ക് സമീപമാണ് ഏരിയ 51. പ്രദേശമാകെ 29 ലക്ഷം ഏക്കറിലധികം വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ശീതയുദ്ധകാലത്താണ് ഏരിയ 51 സൃഷ്ടിക്കപ്പെട്ടത്. പുതിയ പോർവിമാനങ്ങൾ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. 1955 പ്രവർത്തനം തുടങ്ങിയെങ്കിലും 2013 ഓഗസ്റ്റിൽ മാത്രമാണ് CIA ഔദ്യോഗികമായി ഇക്കാര്യം ലോകത്തോട് സമ്മതിച്ചത്. മുൻകാലങ്ങളിൽ ഏരിയ 51 ഉപഗ്രഹ ചിത്രങ്ങൾ പോലും ലഭ്യമല്ലായിരുന്നു. ഇപ്പോഴത് ദൃശ്യമാണ്. ഇവിടെ 3.7 കിലോമീറ്റർ നീളമുള്ള വലിയ റൺവേ ഉണ്ട്. ഏകദേശം 1500 ആളുകൾ ഇവിടെ ജോലിയെടുക്കുന്നുണ്ടെന്നും കരുതപ്പെടുന്നു. ഇവരെ ലാസ് വേഗാസിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റുകളാണ് എത്തിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പൊതുജനങ്ങൾക്കോ മറ്റു ഉദ്യോഗസ്ഥർക്കോ പോലും പ്രദേശത്തേക്ക് പ്രവേശനമില്ല. അതിക്രമിച്ച് കിടക്കുന്നത് അനുവദനീയമല്ലെന്നും ശിക്ഷിക്കപ്പെടുമെന്നും മുന്നറിയിപ്പ് നൽകുന്ന നിരവധി ബോർഡുകൾ ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് സർവൈലൻസും മോഷൻ സെൻസറുകളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ കാവലുണ്ട്. മേഖലയിലൂടെയുള്ള വ്യോമഗതാഗതവും നിരോധിച്ചിട്ടുണ്ട്. ഏരിയ 51-നെ സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ വിരളമാണ്. അത്യാധുനിക പോർവിമാനങ്ങൾ വികസിപ്പിക്കുക, പരീക്ഷിക്കുക, തന്ത്രപ്രധാന പരിശീലനങ്ങൾ സംഘടിപ്പിക്കുക എന്നിവയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് US സൈന്യത്തിന്റെ വിശദീകരണം. അതിനപ്പുറം ഒന്നും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അന്നും ഇന്നും അതീവ രഹസ്യമാണ്. U-2 ചാരവിമാനത്തിന്റെയും ലോകത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ വിമാനമായ SR-71 ബ്ലാക്ക് ബേർഡിന്റെയും പരീക്ഷണശാല ഏരിയ 51 ആയിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ. റഡാറുകളെ വെല്ലാൻ ശേഷിയുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും അതുപയോഗിച്ചുള്ള F-117 നൈറ്റ് ഹോക്ക് വിമാനങ്ങളും പിറവിയെടുത്തതും ഇവിടെ നിന്നാണെന്ന് കരുതപ്പെടുന്നു. ചാരപ്രവർത്തനത്തിന്റെ ലോകത്തിൽ വെച്ച ഏറ്റവും അത്യാധുനിക പഠനങ്ങളും നടക്കുന്ന ഇടമെന്നാണ് ഏരിയ 51-ന്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള US ജേർണലിസ്റ്റ് ആനി ജേക്കബ്സന്റെ അഭിപ്രായം. ഒരു പരീക്ഷണ പരിശീലന സംവിധാനമാണ് ഏരിയ 51. 1950-കളിൽ U-2 ചാരവിമാനങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇപ്പോഴത് ഡ്രോണുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ആനിയെ ഉദ്ധരിച്ചുകൊണ്ട് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഏരിയ 51-ന്റെ അതീവ രഹസ്യ സ്വഭാവം തന്നെയാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് കാരണം. 1947-ൽ ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ കണ്ടെത്തിയ ചില അവശിഷ്ടങ്ങളും അത് സംബന്ധിച്ച ആദ്യ വാർത്തകളുമാണ് അതിനെല്ലാം അടിസ്ഥാനം. ചില ലോഹ റബ്ബർ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ US സൈന്യം പറക്കം തളിക എന്ന തരത്തിലൊരു പ്രതികരണം നടത്തി. അത് അന്തർദേശീയ തലത്തിൽ വലിയ വാർത്തയായി. അതോടെ തകർന്നടിഞ്ഞത് അന്യഗ്രഹ ജീവികളുടെ ബഹിരാകാശ പേടകമാണെന്ന വാദം ഉയർന്നു വന്നു. പേടകത്തിൻ്റെയും അതിനെ നിയന്ത്രിച്ചിരുന്ന അന്യഗ്രഹ ജീവികളുടെയും ശേഷിപ്പുകൾ ഏരിയ 51-ൽ ഉണ്ടെന്നും തുടർ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്നുമാണ് വാദം. യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയന്റെ ആണവ പരീക്ഷണങ്ങൾ സംബന്ധിച്ച രഹസ്യങ്ങൾ കണ്ടെത്താനായി US നടത്തിയ പ്രോജക്റ്റ് മോഗന്റെ ഭാഗമായിട്ടുള്ള സൈനിക ബലൂണുകളാണ് റോസ്വെല്ലിൽ തകർന്നു വീണത്. വളരെ ദൂരെ നിന്നുള്ള ശബ്ദതരംഗങ്ങൾ പോലും തിരിച്ചറിയാൻ ശേഷിയുള്ള മൈക്രോഫോണുകൾ ഘടിപ്പിച്ചുകൊണ്ടാണ് US ഹൈ ആൾട്ടിറ്റ്യൂഡ് ബലൂണുകൾ തയ്യാറാക്കിയത്. സോവിയറ്റ് യൂണിയന്റെ ആണവ പരീക്ഷണങ്ങളുടെ ഭാഗമായുള്ള ശബ്ദതരംഗങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇക്കാര്യം പരസ്യമായി സമ്മതിക്കാൻ തയ്യാറാകാതിരുന്ന US സൈന്യം തകർന്നു വീണത് കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബലൂണാണെന്ന് മാത്രം വിശദീകരിച്ച് കേസും അന്വേഷണവും അവസാനിപ്പിച്ചു. എന്നാൽ 1989-ൽ റോബർട്ട് ലാസർ എന്നയാൾ ഏരിയ 51-ൽ ഏലിയൻ ടെക്നോളജി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് രംഗപ്രവേശിച്ചു. അന്യഗ്രഹ ജീവികളുടെ മെഡിക്കൽ ഫോട്ടോഗ്രാഫുകൾ കണ്ടിട്ടുണ്ടെന്നും സർക്കാർ UFOകളെ പരിശോധിക്കാൻ ഈ സൗകര്യം ഉപയോഗിച്ചെന്നും റോബർട്ട് ലാസർ അവകാശപ്പെട്ടതോടെ ഗൂഢാലോചന സിദ്ധാന്തം പിന്നെയും സജീവമായി. വിചിത്രമായ ആകാശ കാഴ്ചകൾക്ക് സാക്ഷിയായിട്ടുണ്ടെന്ന സൈനിക ഉദ്യോഗസ്ഥരായിരുന്ന ചിലരുടെ സാക്ഷ്യപ്പെടുത്തലുകൾ വാദപ്രതിവാദങ്ങൾക്ക് ഊർജം പകർന്നു.
ഉപഗ്രഹ ചിത്രങ്ങളിൽ മങ്ങിയ നിറത്തിൽ കാണപ്പെട്ടിരുന്ന സ്ഥലത്തെ എഴുത്തുകാർ അമാനുഷിക കഥാപാത്രങ്ങളുമായി ചേർത്ത് വെച്ചു. നോവലുകളിലും സിനിമകളിലും വന്നുപോകുന്ന റെഫറൻസുകളും ഇത്തരം ചിന്തകളെ ജ്വലിപ്പിച്ചു. US കോൺഗ്രസിൽ ഉൾപ്പെടെ UFO സംബന്ധിച്ച ചർച്ചകൾ നടന്നു. ഇത്തരം സംഭവങ്ങൾക്കെല്ലാം കാരണം അന്യഗ്രഹ ജീവികളാണെന്ന് അടിവരയിടുന്ന തെളിവുകളൊന്നും ലഭ്യമല്ലാതിരുന്നിട്ടും ചർച്ചകൾ തുടർന്നു. CIA സ്ഥിരീകരണത്തിന് പിന്നാലെ ഏരിയ 51 സംബന്ധിച്ച നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരണം എന്ന തരത്തിൽ അഭിപ്രായങ്ങൾ ഉയർന്നു. ഇതിന്റെ ചുവട് പിടിച്ച് 2019 ജൂൺ 27 മാത്യു റോബർട്ട്സ് എന്നയാൾ സ്റ്റോം ഏരിയ 51 ദേ കാൻ സ്റ്റോപ്പ് ഓൾ ഓഫ് us എന്നൊരു ഫേസ്ബുക്ക് ഈവന്റ് ക്രിയേറ്റ് ചെയ്തു. അവരെ വെടിയുണ്ടകളേക്കാൾ വേഗത്തിൽ നമുക്ക് ഓടാനാകും, അവർ അന്യഗ്രഹ ജീവികളാണോ എന്ന് നമുക്ക് നോക്കാമെന്നായിരുന്നു 2019 സെപ്റ്റംബർ 20 ഷെഡ്യൂൾ ചെയ്തിരുന്ന പരിപാടിയിലെ ആഹ്വാനം. നെവാഡയിലെ സൈന്യത്തിന്റെ രഹസ്യ കേന്ദ്രം ആൾക്കൂട്ടം റെയ്ഡ് ചെയ്യുന്നു എന്ന തരത്തിൽ ഈവന്റ് വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി. 20 ലക്ഷം ആളുകൾ പോകാൻ സന്നദ്ധത അറിയിച്ചു. 15 ലക്ഷം പേർ പരിപാടിയിൽ താല്പര്യം അറിയിച്ചു. ഏരിയ 51ലേക്ക് ആരെങ്കിലും കടക്കാൻ ശ്രമിക്കുന്നതിനെ ഏത് വിധേനയും തടയുമെന്ന് സൈന്യവും വ്യക്തമാക്കി. ഇതോടെ തമാശയ്ക്കായി ചെയ്ത കാര്യമാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ലെന്നും വ്യക്തമാക്കി മാത്യു റോബർട്ട്സ് രംഗത്തെത്തി. ഒടുവിൽ 150ഓളം പേരാണ് സെപ്റ്റംബർ 20 എത്തിയത്. അവർക്കാർക്കും കവാടം കടക്കാനുമായില്ല. ശീതയുദ്ധകാലത്ത് US സജ്ജമാക്കിയ സൈനിക പരീക്ഷണ കേന്ദ്രം മാത്രമാണ് ഏരിയ 51 എന്നതാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ. അത്യാധുനിക പോർവിമാനങ്ങളും സാങ്കേതികവിദ്യയും അതീവ രഹസ്യമായി വികസിപ്പിക്കാനും പരീക്ഷിക്കാനുമുള്ള ഇടം. ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള പുതിയ സാങ്കേതിക വിദ്യകളിൽ US സൈന്യം പയറ്റിത്തെളിഞ്ഞിരുന്നതും ഇവിടെയാണ്. അത് പുതിയ കാലത്തിനനുസരിച്ച് ഇവിടെ തുടരുന്നുണ്ട്. അത് എന്തെന്നും ഏതെന്നും അറിയാനാകാത്ത കാലത്തോളം സൈന്യത്തിന്റെ പരീക്ഷണ പറക്കലും പരിശീലനവും ഒക്കെ ആളുകൾക്ക് ആകാശത്തെ വിചിത്ര കാഴ്ചകളായി മാത്രം അനുഭവപ്പെടാം. അവയെ ഭാവനയുടെ നിറം ചേർത്ത് അവതരിപ്പിക്കുമ്പോൾ പുതിയ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉണ്ടായി വരും. US സൈന്യമോ സർക്കാരോ വ്യക്തത വരുത്താത്ത കാലത്തോളം ഏരിയ 51 ആ നിഗൂഢത ചൂടുന്നു നിൽക്കും. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള ചർച്ചകളും തുടരും.